ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു കിഡിലൻ റിവ്യൂ പഠിച്ചേക്കാം. ഷർദമി യാ, ചില്ലറ സാധനം കേട്ടോ, വലിയ സിനിമയാണ്. ആ സിനിമ വലുതാ, ചില്ലറയാണോ നോട്ടാണോ എന്നുള്ളതൊക്കെ നമുക്ക് റിവ്യൂവിൽ പറയാം. അത് ശരിയാണ്, സിനിമ വലിപ്പം കൊണ്ട് വലുതാണ്. ശരിയാ, ബോളിവുഡ് ചിത്രമാണ്. പൃഥ്വിരാജ് നായകനാവുന്ന സിനിമ. നായിക കാജോൾ, പിന്നെ ഇബ്രാഹിം അലിഖാൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈഫ് അലിഖാന്റെ മകൻ. പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കരൺ ജോഹർ. ചില്ലറയാണോ? ചില്ലറയല്ല, ഒരിക്കലും അല്ല. വലിപ്പം കൊണ്ട്. പക്ഷെ സിനിമ ചില്ലറ ആയോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പൊടിച്ചില്ലറയായി പോയോ എന്നൊരു സംശയം. അത് അവന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായമാണ്. അതായത് രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ രണ്ട് സമയത്ത് വേറെ വേറെ കണ്ടതാണ്. ധ്രുവങ്ങളിൽ ഇരുന്ന്. അതെ അതെ, ഞങ്ങൾ സാധാരണ ഒരുമിച്ച് ഒരു സിനിമ കാണുന്നതാണ്, വല്ലപ്പോഴുമാണ് ഇങ്ങനെ വേറെ വേറെ ഇരുന്ന് കാണുന്നത്. അപ്പം അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇവൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അവനും അറിഞ്ഞൂടാ. ഈ വീഡിയോയിൽ അത് അറിയണം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ രണ്ടും ഒന്നാതിരുന്നാൽ മതി. നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും എൻ്റെ അഭിപ്രായം, അതായത് ചില്ലറ എന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞില്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗോട്ട് ലെവൽ സിനിമയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ലെവൽ സിനിമ. ഓക്കെ, അടുത്തത് അതെന്താന്നുള്ളത് ഇവൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, റിവ്യൂന്ന് ഇറങ്ങുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ഇറങ്ങാം. ഓക്കെ, ആദ്യം തന്നെ എനിക്കിതിൽ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയൊരു കാര്യം കാജോളും പൃഥ്വിരാജും തമ്മിലുള്ള കെമിസ്ട്രി. ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. അതായത് അവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. പൃഥ്വിരാജിൻ്റെ വൈഫൊക്കെ ആയിട്ട് നമുക്ക് കാജോളിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പ്രധാന കാരണം ഇതിൽ വേറെ കുറേ ആൾക്കാരുണ്ട്, അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ ഉള്ളവർ, അതായത് ഇവരെക്കാൾ ഏജുള്ള കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ അവരെക്കാളും സീനിയറായിട്ട് നമുക്ക് കാജോളിനെയാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും സീനിയോറിറ്റി കൊണ്ടും പിന്നെ ഏജിന്റെ പ്രശ്നം അങ്ങനത്തെ ഏജിന്റെ പ്രശ്നം നമുക്ക് പൃഥ്വിരാജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ. അതെ, അപ്പോൾ പൃഥ്വിരാജിന്റെ മുകളിലുള്ള ഏജുള്ള വേറെയുള്ള കഥാപാത്രങ്ങളുടെയും മുകളിലാണ് കാജോള്. അതെ, അപ്പോൾ ആ കാജോളും പൃഥ്വിരാജുമാണ് ഇതിൽ പെയറായിട്ട് വരുന്നത്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വരുന്നത്. പ്രശ്നം തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു. അത് നമ്മൾ ഇതിന്റെ ഏതോ ഒരു സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇത് എങ്ങനെയായിരിക്കും. അപ്പം ഏജ് കൂടിയ ആളെ കല്യാണം കഴിച്ചതാണെന്ന് വിചാരിച്ചാൽ പോലും എന്നാൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ കാണിക്കണമായിരുന്നു. അല്ലെ അത് നമ്മൾ തുറന്ന് കാണിച്ചു തരണം, ഇവരിങ്ങനെ ഏജ് കൂടിയ ആളെ കല്യാണം കഴിച്ചതാണ്, പ്രണയിച്ച് കല്യാണം കഴിച്ചത്, അങ്ങനത്തെ സാധനം കാണിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഇവര് തമ്മിലുള്ളൊരു ഇത് നമുക്ക് ഒരിക്കലും ബോണ്ടിങ് നമുക്ക് കിട്ടുന്നില്ല. അതായത് നമുക്കിത് ഉൾക്കൊള്ളാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ ഉൾക്കൊണ്ട് കാണണം. അതെ, അതായത് ഇതിന്റെ മെയിൻ കണ്ടന്റ് തന്നെ ഈ മൂന്ന് പേരുടെ ബന്ധമാണ്. അതെ, ഭാര്യ ഭർത്താവ്, മകൻ അച്ഛൻ, അമ്മ മകൻ. മകൻ അച്ഛൻ എന്നും കൂടി പറയുമ്പോഴേക്ക് അതടുത്തത് അവിടെ ഈ പ്രശ്നമുണ്ട്. അതായത് സന്തൂർ മമ്മി എന്ന് പറഞ്ഞത് തന്നെ സന്തൂർ ബാപ്പ. അതെ, ഒരിക്കലും പൃഥ്വിരാജിനെ ഇബ്രാഹിം അലിഖാന്റെ ഫാദറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, ചേട്ടനായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അത് ഈ സിനിമയിലെ ഏറ്റവും പോസിറ്റീവ് കാര്യം അതാ. ഇങ്ങനെ ലുക്കും പിന്നെ പൃഥ്വിരാജ് ഈ ലാസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമ നമുക്കറിയാലോ, ബഡേ മിയാൻ ചോട്ടെ മിയാൻ, ഹിന്ദിയില്. അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നെ ലുക്ക് വൈസ് ഭീകര ലുക്കാ. ഈ ലുക്കും വെച്ച് എങ്ങനെയാ കാജലുമായിട്ട് മാച്ചിങ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് രണ്ട് പോസിറ്റീവ് സംഭവങ്ങൾ ഇതിലുണ്ട്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി സിനിമ മസ്റ്റ് ആയിട്ട് കാണാം. ഒന്ന് പൃഥ്വിരാജിന്റെ ലുക്ക്, സത്യമാണ്. പിന്നെ നമ്മുടെ ഇബ്രാഹിം അലിഖാന്റെ ലുക്കും, ഫിസിക്കൊക്കെ എന്താണ് ചെറുക്കന്റെ തന്ത ആരാന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടല്ലേ ചില സമയത്ത് സൈഫ് അലിഖാനെ DAG ഒക്കെ ചെയ്ത് അതും ഫേസിലൊക്കെ നല്ല ഇതുണ്ട്. സൈഫ് അലിഖാന്റെ അതേ ഫേസ് കട്ടൊക്കെ. പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. അതെ അതെ, എന്തായാലും പെർഫോമൻസ് ഭയങ്കരം എന്നുള്ളതൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇത് മകന്റെ, നമ്മുടെ ഇബ്രാഹിം അലിഖാന്റെ.
പൃഥ്വിരാജ് വളരെ മികച്ച പെർഫോമൻസ് ആണ്. അത് കാരണം മറ്റേ ഒരു ഇതാണെന്നുള്ള നമ്മൾ കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പിന്നെ നല്ല മെച്യൂർ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ആൾ അഭിനയിച്ചിട്ടുള്ളത്. ആള് ബോളിവുഡ് പോകുമ്പോ കുറച്ച് ചവറാക്കാറുണ്ട് സത്യമായിട്ട്. എല്ലാം ആള് വളരെ ഔട്ട്പുട്ട് വളരെ മികച്ച രീതിയിൽ കൊടുക്കും. ഏത് കുറച്ച് കൂടുതൽ ഇതിലേക്ക് വന്നപ്പോൾ തന്നെ പക്കായിട്ടാട്ടോ നമുക്ക് തോന്നിയത്. കുറച്ച് ചാർജ് കുറച്ചാണ്. സാധാരണ ബോളിവുഡിന് വേണ്ടിയിട്ട് ആള് കുറച്ച് ചാർജ് ആക്കിയിട്ടാണ് പോകാറുള്ളത്. നേരെ ഹീറോ സിനിമയുടെ അന്ന് ചാർജ് ആക്കിയിട്ട് നേരെ ബോളിവുഡിൽ പോയി അഭിനയിക്കാറാണ്. പക്ഷെ അത്ര ചാർജ് വേണ്ട എന്നുള്ളത് ആള് മനസ്സിലാക്കിയിട്ട് നല്ല മികച്ച പെർഫോമൻസ് ആണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ കാജോളിന്റെ പെർഫോമൻസ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്. അതൊരു കല്ലുകടിയാണ് നമുക്ക് സിനിമയിൽ മൊത്തം. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സമയം എടുക്കുന്നുണ്ട്. അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിനിമ കഴിഞ്ഞു എന്ന് നമ്മൾ ഉൾക്കൊണ്ട സമയത്ത് പോലും നമ്മൾ ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് സത്യം. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ പോവാം. അതെ, പക്ഷെ ഇതിലേക്ക് വരുമ്പോഴാണ് എന്തായാലും സാന്തുറപ്പ അടിപൊളിയായിരുന്നു. അതെ, എന്തായാലും ഇവർ തമ്മിൽ ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മകൻ ബന്ധം. അതിൽ മകന് തോന്നുകയാണ് അച്ഛന് തന്നോട് സ്നേഹമല്ല, രാജ്യത്തിനോടാണ് സ്നേഹം. ഓക്കെ, അതിന് ഈ സിനിമ പിന്നെ സഞ്ചരിക്കുന്നത് ഗോട്ട് ലെവലിലേക്കാണ്. അതായത് അതായത് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനായ സിനിമ ഗോട്ട്. അതെന്നത് ഞാനത് കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചെങ്കിലും ഇതിനോടൊരു ഇഷ്ടം തോന്നിയത്. ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടായത് ചിലപ്പോൾ, എന്നാലും കേട്ടറിവ് വെച്ചിട്ട് നമുക്ക് അറിയാലോ ചില സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോ ഇതതുപോലെ ആണല്ലോ അവര് പറഞ്ഞതുപോലെ സെയിം സാധനം, സെയിം. ഇത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പോയിലർ ആയി പോകും. കുറച്ച് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളത് മാത്രം. അതായത് മറ്റേത് തന്തയും മകനും വിജയ് തന്നെ, ഇവിടെ രണ്ടുപേരാണെന്നുള്ളൂ. വേണമെങ്കിൽ പൃഥ്വിരാജിനെ ഒന്ന് DIG ചെയ്താൽ മതിയായിരുന്നു. അതെ, പൃഥ്വിരാജിന്റെ മറ്റേ പൃഥ്വിരാജ് വന്നാൽ മതിയായിരുന്നു. അല്ല, തന്തേ മോനും അല്ലേ, കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആയിരിക്കും. ഷേവൊക്കെ ചെയ്തു വന്ന ചെക്കനാടാ. ഇതിൽ അങ്ങനെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, അത് രസമായിട്ടുണ്ട് കേട്ടോ, ഷേവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സിനിമ ഗോട്ട് ലെവലാണ്. ഇതിൻ്റെ ഏറ്റവും ഗോട്ട് ലെവൽ എന്ന് പറയാൻ പറ്റിയ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇവന് ഇതിനെ കുറിച്ച് എന്ത് പറയുന്നുള്ളത് ഏതാണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഇരിക്കുകയാണ്. എന്റെ മനസ്സിലുള്ള സാധനം തന്നെയാണോ? ഇത് ഗോട്ട് ലെവൽ എന്നല്ല എനിക്ക് പറയാനുള്ളത്, ഇത് ആറാട്ട് ലെവൽ എന്നുള്ളതാണ് പറയാനുള്ളത്. ഞെട്ടിച്ചു. എന്താ അഭിപ്രായം? ഗംഭീരായിരുന്നു ആ സാധനം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് കാരണമായിരിക്കാം മേ ബി ആ ആള് ഇതിൽ അഭിനയിക്കാൻ തന്നെ കാരണം. അതുവരെ പറയുന്നില്ല, അതെ, ഭയങ്കര സ്പോയിലറായി മാറിയേക്കാം. സിനിമ കാണുന്നവർക്ക് ഭയങ്കര സ്പോയിലർ ആവും കേട്ടോ. ഭയങ്കര ട്വിസ്റ്റാണ് അത്, കാണേണ്ട ട്വിസ്റ്റാണ്, ഞെട്ടിച്ച് കളഞ്ഞ്. സത്യം കേട്ടോ, ഞെട്ടിച്ച് കളഞ്ഞ്. ശരിക്കും ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്തിരിക്കുന്ന ഒരു സാധനം. എന്തിനാണ് അങ്ങനെ ട്വിസ്റ്റ് എന്നുള്ളത് ഞെട്ടിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ ആൾക്കൊരു പ്രാധാന്യം ഇല്ലാതായി പോകും. അതാണ് അല്ലെങ്കിലും ഒരു പ്രാധാന്യം ഇല്ല. അപ്പൊ പിന്നെ ഇതും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഒട്ടും പ്രാധാന്യം ഇല്ലാണ്ടായി പോകും. ലാസ്റ്റ് അതെല്ലാം ഒടുങ്ങിയത്. എന്താണെങ്കിലും ഗൈസി റാണി ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. കരുൺ ജോഹർ അല്ലടാ പ്രൊഡക്ഷൻ. കരുൺ ജോഹറാണ് പ്രൊഡക്ഷൻ. ഇതിന്റെ സ്റ്റോറി രണ്ടുപേര് അല്ല, സ്റ്റോറി ആയുഷ് സോണിയാണ് കേട്ടോ. ഗോട്ട് ലെവൽ സ്റ്റോറിയാണ്, ഗംഭീർ. എനിക്ക് ഗോട്ട് കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എഴുതിയ സ്റ്റോറി ആയിരിക്കും. എല്ലാം ഗോട്ട് ലെവലാണ് ഇതില്. പിന്നെ സ്ക്രിപ്റ്റ് കയോസി റാണി തന്നെയാണ്. അതെ അതെ, സ്റ്റോറി മാത്രമേ മറ്റേ ആൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറി പറഞ്ഞപ്പോൾ മനസ്സിലായി ഗോട്ട് ലെവലല്ലേ, ഞാൻ കണ്ടോളാം, ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഒരു പേടിക്കണ്ട, പൃഥ്വിരാജിനെ വിളിക്കാന്ന്, ഞാൻ കണ്ടോളാം. നമുക്ക് കഥാപാത്രങ്ങളെയൊക്കെ വേറെ രീതിയിൽ വേറെ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാം. അതുമല്ല, പിന്നെ ഇവർക്ക് എളുപ്പമാണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ് കഥയൊന്നും പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും ഗോട്ടിന്റെ ഓരോ ലിങ്ക് അയച്ചു കൊടുക്കുക, കണ്ടിട്ട് വന്നാ മതി, നാളെ മുതൽ പെർഫോമൻസ്. ഓക്കെ, ഒരു ചെറിയ പ്രശ്നമാണ്, ഗോട്ടിനെ കുറിച്ച് അറിഞ്ഞവരാരും അത് കാണാനും സാധ്യതല്ല.
അല്ല അവരൊക്കെ തിരക്കിന്റെ പുറത്ത് കണ്ടിട്ടുണ്ടാവൂലേ, അവർക്കൊക്കെ അവരുടെ തിരക്കുണ്ടല്ലോ, അപ്പൊ ആ ഒരു പുറത്ത് കണ്ടിട്ടുണ്ടാവൂല എന്ന് വിചാരിക്കാം. എന്താണെങ്കിലും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പെർഫോമൻസും ലുക്കും പൊളിച്ചു, അത് അടിപൊളിയായിട്ട്, ഒരു രക്ഷയില്ല. പക്ഷെ ഈ ഒരു ഭീകരമായിട്ടുള്ള ആറാട്ട് ലെവൽ ടെസ്റ്റ് കൂടി വന്നപ്പോൾ എനിക്കിതൊരു വൻ ദുരന്ത സിനിമയായിരുന്നു. എനിക്ക് ഒരു ആവറേജിന്റെ അടുത്തെത്തുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര സംഭവം ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ മറ്റേത് കണ്ടിട്ടില്ല, ഒന്നാമത് കാര്യം ഏതാണ്, ഗോട്ടി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മാത്രല്ല അത് പ്രഡിക്റ്റബിലിറ്റി, എന്തൊരു പ്രഡിക്റ്റബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, ഇന്ന സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ്. പക്ഷെ എന്നാലും ഒരു വൺ ടൈം വാച്ചബിൾ അത്രേ ഉള്ളൂ. ഭയങ്കര സംഭവമായിട്ടില്ല. ജസ്റ്റ് ഇവരുടെ ഈ ലുക്കും നമുക്കറിയാലോ, ഹിന്ദി സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം കാണുന്നത് എന്താ, നായകന്മാരുടെ ലുക്ക് ഇതൊക്കെയാണ്. അല്ലാണ്ട് കഥയും തേങ്ങയൊക്കെ എവിടെ ഉണ്ടാവുക? അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലേ? അത് തെറ്റിയത്. ഞാൻ പ്രതീക്ഷിച്ചത് ഒരിക്കലും നീ ഹിന്ദി സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കണം. നീ ഒരിക്കലും തെങ്ങിൽ നിന്ന് ചക്ക പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ മാവിൽ നിന്ന് മറ്റേ തേങ്ങ പ്രതീക്ഷിക്കരുത്. നമുക്ക് കിട്ടേണ്ട സാധനം തെങ്ങിൽ തേങ്ങ പ്രതീക്ഷിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ഹിന്ദി സിനിമയിൽ നിന്ന് എന്താണോ നമുക്ക് കിട്ടേണ്ടത് ആ സംഭവം മാത്രം പ്രതീക്ഷിക്കുക. അത് സത്യം, കിട്ടിയില്ലേ? കണ്ടുവന്നപ്പോ തേങ്ങയും കിട്ടിയില്ല. സത്യമായിട്ട് നല്ലൊരു തലക്ക് ഒരു മുട്ട് കിട്ടിയത്. ഒന്നാമത് രാത്രിയും കൂടെ ആയിരുന്നോണ്ടേ അത് ഉറക്കത്തിന്റെ ഒരു ഇത് ബാധിച്ചതാ. അത് ശരിക്കും അതായത് തെങ്ങിൽ നിന്ന് ചക്കട്ടിയത് പോലെ തന്നെയാണ്, കിടിലനായിരുന്നു അത്. ഓക്കെ, എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കാണാ സിനിമ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാട്ടോ. വലിയ മുടക്കൊന്നുമില്ലല്ലോ. ഹോട്ട്സ്റ്റാറില് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് OTT ആണ്, തിയേറ്ററിലൊന്നും ഇറങ്ങിയാലോ. അതാ ഇത് തിയേറ്ററിലും കൂടെ ആണ്. അതെ, അപ്പൊ ഞാൻ ശരിക്കും ആ ദുരന്തം എന്നുള്ളത് മാറ്റിയാണല്ലോ. ഇത് തിയേറ്ററിലാണെങ്കിലേ നല്ല രസമുണ്ടാവും. ഇത് റിവ്യൂ അല്ല, അതായത് തെങ്ങിൽ നിന്ന് ചക്ക പ്രതീക്ഷിച്ച 2 പേരുടെ വിഷമം, അത്രേ ഉള്ളൂ. എന്തായാലും പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട്, അത് അത്രേ ഉള്ളൂ. എന്താണെങ്കിലും കുഴപ്പമില്ലാത്ത അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും പൃഥ്വിരാജ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അതായത് ഇനിയും ഒരുപാട് ഗോട്ട് ലെവലിലുള്ള നടിമാര് ബോളിവുഡിലുണ്ട്, അവരുടെയൊക്കെ കൂടെ പോയി അഭിനയിക്കുക. ഇപ്പോൾ റാണി മുഖർജിനെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പ്രിയങ്ക ചോപ്രയുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നു. ഇത് SSMB 29. ഇപ്പോൾ കാജോളിൻ്റെ കൂടെ അഭിനയിച്ചു, കരീന കപൂറിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയങ്ക ചോപ്ര പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഓക്കെ ആയിരിക്കും, ഒരു സംശയമല്ല. ഏജിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും നമുക്ക് അങ്ങനെ തോന്നാൻ ചാൻസ് ഇല്ല. പിന്നെ മാത്രമല്ല സീനിയോറിറ്റി ഒക്കെ സെയിം തന്നെയാണ്, ഏകദേശം ഒരേപോലെ. പിന്നെ ലുക്ക് ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിലും ഓക്കെ. ഇത് ശരിക്കും ഷാറൂഖ് ഖാന് തന്നെ മറ്റേ അല്ലെങ്കിൽ തന്നെ ഓക്കെ ആയിരുന്നില്ല മറ്റേ സിനിമയില്. സിനിമ നല്ല 2 പേരും പെയറായിട്ട് ഈ അടുത്ത് വന്നതല്ലേ, കുറച്ച് മുമ്പ് വന്ന് അതില് കാജോളായിരുന്നല്ലോ. അതായത് അതും ഇതേപോലെ തന്നെ അത് ഏതായിരുന്നു പടം? ദിൽവാലെ. ഓ, അതിലും അല്ലെങ്കിൽ തന്നെ ഇപ്പം മറ്റേ ഇവർക്കൊന്നും ഏജ് ആയാലും ഇവരുടെ ലുക്കിൽ നമുക്ക് മാറ്റങ്ങൾ തോന്നൂലല്ലോ നായകന്മാർ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ നായകന്മാർ വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട്. അങ്ങനത്തെ ബന്ധം പറയുന്ന സിനിമയാകുമ്പോൾ പ്രശ്നമാണ്. അതെ, അല്ലെങ്കിൽ ഇതൊന്നും വിഷയമല്ല. അല്ലെങ്കിലും നമുക്കൊന്നും വിഷയമല്ല, നമുക്ക് കാണുക, ഇതുപോലെ ഇവിടെ വന്നിരുന്നിട്ട് പറയാ, അത്രേ ഉള്ളൂ. കല്ലി വലി. അപ്പൊ എന്താണെങ്കിലും തെറ്റിയത് തന്നെ. യെസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അടുത്ത ട്രെയിലർ ഉണ്ട്, വാർ 2. അതിനുശേഷം സിനിമയുണ്ട്. എന്തൊക്കെ ചെയ്യുമെന്നാണ്.